ഹലോ മാമ, ഞാനാണ് ദീപയാണേ, മന്ദിരത്തിൽ നിന്ന്. മാമ ഈ പുഷ്പിതയുടെ പേര് പത്മജനോ? അവരുടെ പേര് പത്മജൻ തന്നെയോ? അവന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇവന്മാരെല്ലാം കൂടെ എന്റെ കാമുകരാണെന്നൊക്കെ വലിയ കഥകൾ ഉണ്ടാക്കുക ഇവന്മാരുടെ ജോലി. അതറിയാം മാമന്? ഈ ചെണ്ടി കേട്ടോ. ഇത് മാമൻ അറിയാവോ മാമ? മാമൻ ചോദിക്കണം എന്താണെന്ന്. നീ എന്തുവാണ് നീ ആ കൊച്ചിനെ കൂടെ അനാവശ്യം പറയുന്നത്? നീ ഇത് ഞാൻ മാമന്റെ വാട്സപ്പിലാണ് തന്നമ്മ. ഇവൻ പറയുന്നത് നമ്മൾ ഇട്ട് തരാം. ഈ കുട്ടൻ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് എന്തോ പത്മജൻ എന്ന് പറയുന്നവർ എന്നെ കമ്പി വലിച്ച് അടിക്കാവുന്ന എന്മാരുടെ കഥകളുണ്ടാക്കലാണ് ഇങ്ങനെ ദിവസവും കഥകളുണ്ടാക്കുക. എന്നെ എന്തോ ഇവൻ കമ്പി വലി കൊണ്ട് അടിക്കാവുന്നു ഇവൻ പത്മജൻ എന്ന് പറയുന്നവൻ കേട്ടോ. കുട്ടനാണ് അവനുണ്ടാക്കുന്നത്. ഭയങ്കര ശല്യം ഇവനെ കൊണ്ട്. അമ്മ ഇതിനകത്ത് ഇടപെടുന്നതാണ്. നീ അവരോട് ചോദിക്കണേ ഉണ്ടായി പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളെ പല പല രോഗങ്ങളൊക്കെ മാർക്ക് ഇവന്മാർക്ക് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ എന്നെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവന്മാർക്ക് കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് വിളിക്കാം കേട്ടോ. ഒരു മിനിറ്റ്. പുഷ്പമാമനാ, മാമനോട് പറയായിരുന്നു. പിന്നെന്തുവാ അഭിലാഷ് വിളിക്കുന്നു. അഭിലാഷ് വിളിക്കുന്നു. ഹലോ. അഭിലാഷേ, അവന്മാരെന്തോ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനതാ പറഞ്ഞത്. അഭിലാഷ് അവനോട് പറ തിരിച്ചേച്ച് ഞാനെന്തോ പറയുന്നത് കേൾപ്പിക്കാൻ പറ. ഞാൻ ഇപ്പോൾ ചെറിയാണ് വിളിക്കുന്നത്. ഞാൻ കാര്യം പറയുന്നുണ്ട്. ഇവിടെ എവിടെ നടക്കുന്നത് ഞാൻ ഇട്ട് തരാം. ഞങ്ങളുടെ മോട്ടർ ഓഫ് ആക്കുക. ഒരു മിനിറ്റ് അഭിലാഷ് കേട്ടിട്ടാട്ടെ. ഒരു മിനിറ്റ്. എന്തോ നമ്മുടെ മോട്ടർ ഓഫ് ആക്കുക. അങ്ങനെ പല പല വേലകളാണ് നമ്മൾ എന്റെ തൊട്ടടിക്കണം. പിന്നെ പത്മജൻ എന്ന് പറയുന്നത് അങ്ങനെ പൂജാരി. അവരെന്നെ കമ്പി വലിക്ക് അടിക്കാമെന്നൊക്കെ ഈ കുട്ടക്കാർ കഥകളുണ്ടാക്കുക. അവരെന്റെ കാമുകരാകും. ഇവരെ തല്ലിക്കൊടുക്കാൻ സമയം കഴിഞ്ഞു. ഇവരെ പറയാൻ നിങ്ങൾ ആരല്ല അമൃത നിങ്ങളുടെ വീടിന്റെ മുന്നിൽ കേൾപ്പിച്ചിരുന്ന ഇവരൊന്ന് കേൾക്കൊടി പറഞ്ഞാലൊക്കെ സോണിയാക്ക് ഇവന്മാരാണോ ചോദിച്ച് പറയുന്നത്? നിങ്ങൾ ചോദിച്ചു ശീലമാമനെ ചോദിച്ചു നോക്ക്. ശീലമാമനെ ചോദിച്ചേ. ശീലമാമനെ ചോദിച്ചു അവിടെ മന്ദിരത്തിൽ വന്നപ്പം ഞാൻ വന്നു മാമ ഇന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഞങ്ങളെ താഴ്ച ചോദിച്ചേ. ചോദിച്ചേ അഭിലാഷേ. ശരി. പറയാം. എല്ലാം കൊടുത്തിട്ടുണ്ട്. കേൾക്കാനും പറഞ്ഞിട്ടുണ്ട്. സോണിയാക്ക് സോണിയാക്ക് വിളിച്ച് പറയുന്നത്. അങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത്? എന്റെ മനസ്സിലാക്കുന്നത് വിനോദത്തിന്റെ കാര്യം വിനോദം പാടുന്നില്ല പാടുന്നില്ല എന്ത് പാടുന്ന ആലോചിക്കുന്നത്.
പറഞ്ഞു പരാണ്ടായിട്ട് കണ്ണിന്റെ പറഞ്ഞിട്ട് എന്താ പൂജ ചെയ്യുന്നതിന് അവരാത്തിന് വന്നിട്ട് ഇതൊന്നും ഇല്ലല്ലേ കിടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഫുള്ള് കളത്ത് മാറി കിടക്കുന്നു. വൃത്തിയാക്കാൻ നേരമില്ല ഇവര് നേരെ ഫോൺ വെച്ചിരിക്കുക ഡ്രാമ കാണിക്കാനോ അല്ലെങ്കിൽ ഡ്രാമായിക്ക് വരാതെ പിന്നെ ഡ്രാമായി കാണിച്ചിരിക്കുന്ന അയലത്തെ കിടന്നു. ഞാൻ അയലത്തെ പള്ളിയിലോ വേറൊന്നും ഉണ്ടാക്കണ്ട ഹസ്ബൻഡിനും കുസ്ബൻഡിനും ഒന്നും അവരായിട്ട്